മീൻ കഴിക്കുമോ? ഞാൻ മീൻ കഴിക്കും. മീൻ എങ്ങനെയാടാ ഹലാലാവുക? അതാ മീൻ എന്താ ഹലാലല്ലാത്ത? ചത്ത വസ്തുവിനെ കഴിക്കാൻ പാടില്ലാന്നില്ലേ? ചത്ത വസ്തുവിനെ കഴിക്കാൻ പാടില്ലെന്ന് പറഞ്ഞാൽ മീൻ അതിന്റെ എനിക്ക് എന്താ ഇസ്ലാമിക കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാട് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. എങ്കിൽ പോലും മീൻ എന്ന് പറയുന്നത് ഇസ്ലാം പറഞ്ഞിരിക്കുന്നുണ്ട് ചത്തതിനെ കഴിക്കാൻ പാടില്ല. മീൻ സ്വയം തലതല്ലി ചാവുന്നത് നിങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ. മീനെടുത്ത് പുറത്തിടുന്ന സമയത്ത് അത് ചാവുകയല്ലേ ചെയ്യുന്നത്? അതിനെയല്ലേ നിങ്ങളൊക്കെ എടുത്ത് വെട്ടി വീഴുന്നത്? അത് വളരെ യാഥാർത്ഥ്യമായിട്ടുള്ളൊരു ചോദ്യമാണ്. പക്ഷെ അതിന്റെ ഇസ്ലാമിക വേർഷൻ എന്താണെന്നുള്ളതിനെ കുറിച്ച് വളരെ എന്താ പറയാ വസ്തുതാപരമായിട്ടൊരു ചോദ്യമാണ് ചോദിച്ചത്. പക്ഷെ അതിന്റെ ഇസ്ലാമിക വേർഷൻ എന്താണെന്നുള്ളതിനെ കുറിച്ച് ഇസ്ലാമിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ചത്ത സാധനത്തിനെ കഴിക്കാൻ പാടില്ല എന്നുള്ളത്. പിന്നെ ഈ മൊല്യന്മാരൊക്കെ എന്തുകൊണ്ട് മീനിനെ കഴിക്കുന്നത്? രണ്ട് പടുവിഡ്ഢികൾ ഇരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യം ചോദിക്കുന്നു. അതിൽ രണ്ടുപേരും മുസ്ലിം വിഭാഗത്തിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാരാണ്. ഒരുത്തി പണ്ട് മുസ്ലിം ആയിരുന്നു, ഇപ്പൊ മുസ്ലിം അല്ല എന്ന് പറയുന്നു. എങ്കിലും പിന്തുടരുന്നത് മുസ്ലിമിന്റെ തന്നെ ആചാരങ്ങളാണ്. ഒരാൾ ഇപ്പോഴും മുസ്ലിമായിട്ട് തന്നെ നിലനിൽക്കുന്ന ആളാണ്. പക്ഷെ ഈ പറയുന്ന ആങ്കർക്കും അറിയില്ല, ഈ ചോദ്യം ചോദിച്ച ആൾക്കും അറിയില്ല എന്തുകൊണ്ടാണ് ചത്ത മീനെ കഴിക്കുന്നത്, അത് ഹലാലാണോ ഹറാമാണോ എന്ന് ഈ പറഞ്ഞ രണ്ട് വകതിരിവില്ലാത്ത ഈ വിവരം കെട്ട സാധനങ്ങൾക്ക് അറിയില്ല എന്നുള്ളതാണ്. ചോദ്യം ചോദിച്ച ആൾ ഗംഗേമൻ, അതിലും ഗംഗേമമാണ് ഇന്റർവ്യൂ എടുക്കാൻ വന്നവർക്കുടെ അവസ്ഥ. ഒരു ലേശം വെളിവ് വകതിരിവ്. എന്ത് ചോദ്യമാണ് ചോദിക്കുന്നത്? ഇത്തരം പൊട്ട ചോദ്യങ്ങൾക്കൊക്കെ വലിയ മഹത്തായ കാര്യങ്ങളാണ് നിങ്ങൾ ചോദിച്ചത് എന്ന് പറയുന്ന ആ ആങ്കറുടെ ഒരു മാനസികാവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. എന്ത് വിവരം കെട്ടവന്മാരാണ് ഇത്തരം ഇന്റർവ്യൂകൾ എടുക്കാൻ നടക്കുന്നത്. ജനങ്ങളെ കൂടി പൊട്ടന്മാരാക്കുന്ന തരത്തിലുള്ള ഇന്റർവ്യൂസ് ആണ് എടുക്കുന്നത്. ഇവളൊക്കെ ആരാണ്, എന്ത് പ്രവൃത്തിയാണ് ചെയ്യുന്നത്, എങ്ങനെയുള്ളവരാണ് എന്നൊക്കെ ജനങ്ങൾ തന്നെ മനസ്സിലാക്കി വെച്ചിട്ടുള്ള ആളുകളാണ്. അതും പൊട്ടന്മാരെ പോലും വിഡികളാക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന ആങ്കറിനെ എന്ത് പറയണം എന്ന് എനിക്കിപ്പോഴും അറിയില്ല കേട്ടോ. കുറച്ചെങ്കിലും വിവരം, കുറച്ചെങ്കിലും വെളിവ്, കുറച്ചെങ്കിലും വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് നിങ്ങൾ സംസാരിക്കുന്നതെങ്കിൽ ഒരു രസമുണ്ട്. ഇതൊന്നും അറിയാതെ ഒരു വിവരം കേട്ടവൾ ഇരുന്ന് ചോദിക്കുന്ന വെറും വൃത്തികേടുകൾക്കൊക്കെ അല്ലെങ്കിൽ പൊട്ടത്തരങ്ങൾക്കൊക്കെ വലിയ കാര്യം എന്ന നിലയിൽ എടുത്തുകൊണ്ട് വെച്ചിട്ട് അത് പബ്ലിക്കിന് മുമ്പിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് നിൽക്കുന്ന ചാനലുകളെ എന്തോന്നാണ്ടേ ഇതൊക്കെ. ലേശം തലയ്ക്ക് വെളിവ് നിങ്ങൾക്കും ഇല്ലേ? ഇത്രയും വിവരം കെട്ടവന്മാരൊക്കെയാണോ ഈ ആങ്കർ പണിക്ക് നടക്കുന്നതെന്ന് ആലോചിക്കുമ്പോഴാണ് ചിരി വരുന്നത്. അതിനുള്ള ഉത്തരം ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഉത്തരവൊന്നും ഞാൻ പറയുന്നില്ല. ഇവളുടെ ഉദ്ദേശം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനൊക്കെ കൊട പിടിച്ചു കൊടുക്കുന്ന പോലത്തെ കുറച്ച് പോലീസ് ഏമാമാരും ഉണ്ട്. പ്രത്യേകിച്ച് സ്പെഷ്യലി ഗുരുവായൂർ സ്റ്റേഷനിലെ കുറച്ച് മാമന്മാരുണ്ട്. അപ്പം ഈ മാമന്മാർക്കും കാണില്ലേ വികാര വിചാരങ്ങൾ ഉണ്ടാവും. പോലീസുകാരാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. വികാര വിചാരങ്ങളുള്ള ആളുകളാണ് അവരൊക്കെ ചിലപ്പോൾ നമ്മളെപ്പോലുള്ള ആളുകൾ എന്തെങ്കിലും കേസിൻ്റെ കാര്യത്തിനൊക്കെ അന്വേഷിക്കാൻ വിളിക്കുമ്പോൾ ഇതൊക്കെ അവരോട് ചെന്ന് പറഞ്ഞു കൊടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധമൊക്കെ നമുക്കുണ്ട്. കാരണം നമ്മൾ അരിയാഹാരം കഴിക്കുന്ന ആളുകളാണല്ലോ. ഈ മാമന്മാർക്കൊക്കെ വികാര വിചാരങ്ങൾ കൂടുതലുള്ള ആളുകൾ ഇങ്ങനെ പോലീസിൽ ഉണ്ടായാൽ എന്താ ചെയ്യാ? ഈ ലസിതുണ്ടല്ലോ, എന്റെ കുഞ്ഞ് മരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഇവള് 10-15 വയസ്സായ മക്കളിട്ടേച്ച് വേറൊരുത്തന്റെ ഒരു ഓട്ടോ ഡ്രൈവറുടെ കൂടെ ഒളിച്ചോടിയവള് എന്നെ നന്നാക്കാൻ വരിക. എങ്ങനെയുണ്ട് പറ? സ്വന്തം മക്കളെ ഒഴിവാക്കിയിട്ട് വേറൊരുത്തന്റെ കൂടെ പോയ ഒരുത്തി എന്നെ നന്നാക്കാൻ വേണ്ടിയിട്ട് വരുന്നതിൽ എന്തെങ്കിലും ന്യായം ഉണ്ടോ? ഞാൻ അരുണിന്റെ കൂടെയോ സലീമിന്റെ കൂടെയോ ഇനി ആരുടെ കൂടെ വേണ്ട, നിങ്ങളുടെ കൂടെ വന്ന് ക്യാമറയുടെ കൂടെ ഞാൻ പോകാന്ന് വെക്കാം. ഭർത്താവിൽ നിന്ന് രൂക്ഷ പീഡനങ്ങൾ നേരിടുന്ന ഒരുത്തിയാണെങ്കിൽ അതിന് വേണ്ടാന്ന് വെക്കാൻ ആ സ്ത്രീക്ക് അവകാശമുണ്ട്. അവൾ ചെയ്തത് വേറൊരുത്തനുമായിട്ട് ഇഷ്ടത്തിലായി, സ്വാഭാവികം. അയാളുമായിട്ട് കല്യാണം കഴിച്ച് ഒരുമിച്ച് താമസിക്കുന്നു. അതിലെന്താണ് തെറ്റ്? ഈ പറയുന്ന ഈ സ്ത്രീ ഉണ്ടല്ലോ, അതായത് ലസിതയുടെ കുറ്റം പബ്ലിക്കായിട്ട് മീഡിയയിൽ വന്ന് പറയുന്ന ഈ പതിവ്രതയായിട്ടുള്ള പാഞ്ചാലി ചെയ്യുന്നത് എന്താണെന്ന് നിങ്ങൾ ആരെങ്കിലും വേണ്ട അറ്റ്ലീസ്റ്റ് ഇതിൻ്റെ ആങ്കർ എന്തറിഞ്ഞിട്ട് ഇതിൻ്റെ ആങ്കർ വന്ന് നിന്ന് ചോദിക്കുന്നത്? ആണോ മാനോ ഉളുപ്പുണ്ടോ? നിങ്ങൾക്കൊക്കെ ലെവലേശം മറ്റേ ആങ്കറിനോട് ചോദിച്ച അതേ ചോദ്യമാണ് ഞാൻ നിങ്ങളോടും ചോദിക്കുന്നത്. നിങ്ങൾക്കൊക്കെ ലെവലേശം വിവരമോ ബോധമോ ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള സാധനങ്ങളെ എടുത്തുകൊണ്ടുവന്ന് വച്ചിട്ട് ഈ വൃത്തികേട് നിങ്ങളുടെ ചാനലിലൂടെ പറയിപ്പിച്ച് റീച്ച് ഉണ്ടാക്കും.
ഇത്തരം വൃത്തികേടുകൾ മാത്രം വിളമ്പുന്ന ചാനലാണോ നിങ്ങളുടെ ചാനലിൽ ഒരുപാട് ഗസ്റ്റുകൾ വരുന്നത് നമ്മൾ കാണാറുണ്ട്. അതും മാന്യമായിട്ടുള്ള നല്ല നല്ല ആളുകൾ. ആ നല്ല നല്ല ആളുകളുടെ ഇടയിലേക്കാണ് ഇത്തരം വൃത്തികേട് പറയുന്ന സാധനങ്ങളെ കൊണ്ടുവന്നിരുത്തിയിട്ട് വിവരക്കേട് പറയിപ്പിക്കുന്നത്. 5 പൈസയ്ക്ക് ബുദ്ധിയില്ലാത്ത ഇത്തരം വൃത്തികേട് മാത്രം പറയുന്ന ഈ വിവരം കെട്ടവളെ കൊണ്ട് ഈ വൃത്തികേട് പറയിപ്പിക്കുന്ന നിങ്ങൾക്ക് എന്താണ് വിവരം? എന്താണ് നിങ്ങളുടെ വിവരം? ഇവരെന്ത് വിവരക്കേടാണ് സമൂഹത്തിനോട് വിളിച്ചു പറയുന്നത്? അല്ലെങ്കിൽ എന്ത് അസംബദ്ധമാണ്, അല്ലെങ്കിൽ എന്ത് തോന്നിവാസമാണ് ഈ വിളിച്ചു പറയുന്നതെന്ന് അറ്റ്ലീസ്റ്റ് ഒന്നും മനസ്സിലാക്കാനുള്ള ബോധം പോലും ഇല്ലാത്ത ചാനലുകാരന്മാരാണ്, അല്ലെങ്കിൽ ആങ്കർമാരാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ചാനലുകൾ നമ്മൾ കാണേണ്ട ആവശ്യമുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. എന്തിനാണ് ഇത്തരം 5 പൈസയ്ക്ക് ബുദ്ധിയില്ലാത്ത ഈ വിവരം കെട്ടവളന്മാരെയൊക്കെ കൊണ്ടുവന്ന് വിളിച്ചു പറയുന്ന ഇത്തരം ചാനലുകൾ നമ്മൾ കാണുന്നത്? ആ ആങ്കറിന് 10 പൈസയ്ക്ക് ബുദ്ധിയും ബോധം ഉണ്ടോ? മേക്കപ്പ് ചെയ്ത് വേഷവും കെട്ടി നടന്ന് ഇത്തരം വൃത്തികേടുകൾ ആളുകളെ കൊണ്ട് ഛർദിപ്പിക്കുക, അല്ലെങ്കിൽ ഇത്തരം വൃത്തികെട്ട ആളുകളെ വിളിച്ചു നിർത്തിയിട്ട് ഈ തോന്നിയാസങ്ങൾ പറയിപ്പിക്കുക എന്നല്ലാതെ ഈ ആങ്കറിന് എന്ത് കോപ്പാണുള്ളതെന്ന് വരെ എനിക്ക് ചോദിക്കേണ്ട അവസ്ഥയാണ്. ഇത്തരം വൃത്തികെട്ട ആങ്കർമാരെ ഇനി എവിടെയെങ്കിലും കിട്ടാനുണ്ടോ? അപ്പൊ ഒരു 5 പൈസയുടെ ബുദ്ധിയും ബോധവും ഇല്ലാത്ത തരത്തിലുള്ള ആളുകളാണ് ഈ ഓൺലൈൻ മഞ്ഞ ചാനലുകളിൽ ആങ്കറിങ്ങിന് നടക്കുന്നത്. അപ്പൊ ഈ ലസിത എന്തു പറഞ്ഞു എന്ന് പോലും കേൾക്കുന്ന ആൾക്കാർ, ആങ്കറിനറിയില്ല, ജനങ്ങൾക്കറിയില്ല, അല്ലെങ്കിൽ ഇവള് വല്ലതും പറഞ്ഞിട്ടുണ്ടോ എന്ന് അവര് അന്വേഷിക്കുന്നില്ല. ചാനലുകൾ ബഹിഷ്കരിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ, വേറെ ഒന്നും പറയാനില്ല. ജനങ്ങൾ കാണരുത്. ജനങ്ങൾ കാണുന്നത് കൊണ്ടാണല്ലോ ഇവളുമാരൊക്കെ ഇങ്ങനെ കയറി വരുന്നത്. കാണരുത്. ഈ നായിന്റെ മോക്കടെ മുഖം കാണുമ്പോൾ മാറ്റി വിടുക, അത്രേ ഉള്ളൂ. ഇവിടെ ഏത് ചാനലിൽ വന്നാലും ഇത്തരം വൃത്തികേടുകളെ പറയുള്ളൂ എന്ന് അറിയാവുന്നത് കൊണ്ട് ഈ വൃത്തികെട്ടവളുടെ മുഖം കാണുമ്പോൾ ചാനൽ തന്നെ അങ്ങ് മാറ്റിക്കളയുക. അത് തന്നെ നമുക്ക് ചെയ്യാനുള്ളൂ. നമുക്ക് ജനങ്ങൾക്ക് ഇവർക്കൊക്കെ കൊടുക്കാവുന്ന ഏറ്റവും വലിയ മറുപടി അതാണ്. മറുപടിയല്ല, മറുവടി. ചാനൽ മാറ്റിക്കളയുക, കാണരുത്, ബഹിഷ്കരിക്കുക. ഇവളുടെ അവിഞ്ഞ നാറ്റക്കഥകൾ കേൾക്കാനല്ല നമ്മൾ ഇരിക്കുന്നത്. ഇനി ഈ പറഞ്ഞതിന് ലസിത പറഞ്ഞതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? അല്ലെങ്കിൽ ലസിതയെ കുറിച്ച് ഇവൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ മറ്റു സ്ത്രീകളെ പറ്റി ഈ വൃത്തികെട്ടവൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നൊരു കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അരുണിനെ ഞാൻ വിവാഹം കഴിക്കേ, അല്ലെ സലീമിനെ ഞാൻ ഡിവോഴ്സ്. അപ്പൊ ഞാൻ വേറൊരു കാര്യം കൂടി പറയാൻ മറന്നുപോയി. ലസിത ഒരാൾ ഉപേക്ഷിച്ചു, ഒരാളുടെ കൂടെ വിവാഹം കഴിച്ചിട്ട് സ്ഥിരമായിട്ട് അവന്റെ കൂടെ താമസിക്കുന്നു, വിവാഹം കഴിച്ച് താമസിക്കുന്നു. ഇവള് ചെയ്യുന്നത് എന്താണെന്ന് അറ്റ്ലീസ്റ്റ് ആരെങ്കിലും ഒന്ന് അന്വേഷിക്കുക. ഈ പറയുന്ന ആളുമായിട്ട് യാതൊരുവിധ ബന്ധവും പുലബന്ധം പോലും ഇല്ലാത്ത ഒരുത്തന്റെ കൂടിയാണ് ഇപ്പോഴ് കെട്ടോൻ ദുബായിലെന്നും പറഞ്ഞിട്ട് ഇവള് താമസിക്കുന്നത്. കെട്ടോൻ ദുബായിലാ, പക്ഷെ ഇവള് താമസിക്കുന്നത് പുലബന്ധം പോലും ഇല്ലാത്ത ഒരുത്തന്റെ കൂടിയാ. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ പോയി അന്വേഷിക്കണം. എന്താണിത് അന്വേഷിക്കാൻ ആർക്കും എന്താ മെനക്കെടാത്തത്? അന്വേഷിച്ച് വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് നിങ്ങൾ വന്നിട്ട് ഇന്റർവ്യൂ ഒക്കെ എടുക്കും. അപ്പോൾ ഇതൊരു രസമുണ്ട്. ഇത്തരം വൃത്തികേടുകൾ മാത്രം പറയിപ്പിക്കാനായിട്ട് ഈ സാധനത്തിനെ വിളിച്ചു വരുത്തിയിട്ട് ഇതുപോലെ പറയിപ്പിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ജനങ്ങൾ പ്രതികരിക്കും. പറയുന്ന ഭർത്താവ് എവിടെയാന്ന് പോലും ഈ പറയുന്നവൾക്ക് അറിയില്ല. ഞാൻ അറിഞ്ഞാൽ തന്നെ പുലബന്ധം പോലും ഇല്ലാത്ത ഒരാളുടെ കൂടെ താമസിക്കുന്ന ഇവള് മറ്റൊരുത്തിനെ പറയാൻ നടക്കുന്നു. ഇനി ലസിത എന്താണ് പറഞ്ഞതെന്ന് കേട്ടിട്ട് നമുക്ക് ബാക്കി പറയാം. ലസിതന്റെ മക്കളെ ഇവള് പറഞ്ഞോ, ഇവളുടെ മക്കളെ ലസിത പറഞ്ഞോ, അല്ലെങ്കിൽ ഇവള് വേറെ ആരെങ്കിലും പറഞ്ഞോ? ഇവളൊന്നും പറയാത്ത നല്ല പതിവൃത പാഞ്ചാലിയാണല്ലോ. ഞാൻ തോറ്റെന്ന് കരുതി ഞാൻ കൈഞ്ഞരമ്പൊന്നും മുറിച്ചിട്ടില്ല. നിങ്ങളെന്റെ കൈഞ്ഞരമ്പൊക്കെ കണ്ടു. ഇത് എവിടെയും മുറിക്കേണ്ടി വന്നിട്ടില്ല. ജീവിതത്തില് പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ജീവിതത്തിൽ ചിരിച്ചോട് നേരിട്ടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ മകനിൽ പോലും അവിഹിതം കണ്ടെത്തുന്ന നിങ്ങളുടെ കണ്ണാണ് പരിശോധിക്കേണ്ടത്. ആദ്യത്തെ 9ാം ക്ലാസ്സുകാരിയാണ്, പക്ഷെ ഇന്ത്യൻ പ്രധാനമന്ത്രി വരെ ട്വിറ്ററിൽ എന്നെ കുറിച്ച് കുറിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് പറ്റിയ അബദ്ധം. സുരേഷ് ഗോപിനെ പറ്റിച്ചു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അടുത്തെത്തി, അത്രയും പറഞ്ഞാൽ മതിയല്ലോ. സുരേഷ് ഗോപിനെ നല്ല അസലായിട്ട് മൂഞ്ചിച്ചു. ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഈ പറയുന്ന ആളറിയില്ല. സുരേഷ് ഗോപി ആ ടൈമിൽ പരിചയപ്പെടുത്തി. ഒരു ഫോട്ടോ കൊടുക്കാനായിട്ട് 1 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടി വന്നാൽ എടുത്തിട്ടുള്ള ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. അവരവരുടെ പാർട്ടിയുടെ കാര്യത്തിന് മാത്രം മതസൗഹാർദ്ദം കാണിക്കാൻ വേണ്ടി മാത്രം ഈ ഒരു സംഭവം ഉപയോഗിച്ചു. അല്ലാണ്ട് ഈ പറയുന്ന സാധനത്തിനൊന്നും പ്രധാനമന്ത്രി അറിയില്ല, ഇപ്പോൾ ഓർക്കുന്ന പോലും ഉണ്ടാവില്ല. അപ്പം എന്താണ് ലസിത പാലക്കൽ പറഞ്ഞതെന്ന് ആരും കേട്ടിട്ടില്ല. ഇവള് പറയുന്നത് മാത്രമേ കുറച്ച് അപരാധ ചാനലുകൾ കൊണ്ടുവന്നിട്ട് കേൾപ്പിക്കുന്നുള്ളൂ. അപ്പം ലസിത പാലക്കൽ എന്താണ് പറഞ്ഞതെന്ന് നിങ്ങൾക്കും അറിയണ്ടേ?
അപ്പം അതും കൂടി ഒന്ന് കേൾപ്പിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങൾ എന്നെ കേട്ട് നോക്കൂ. ലിസ്ദ പാലക്കലിൻ്റെ വീഡിയോ ഞാനിവിടെ പ്ലേ ചെയ്യാം. മരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടുന്നത് ഞാൻ അങ്ങനെയല്ല. ഞാൻ പറഞ്ഞു, ഞാൻ ഇടുന്ന വീഡിയോസ് വളരെ കൃത്യമായിട്ട് നിങ്ങൾ കാണുന്നതാണ്. പ്രിയാന്റെ ഒരു വീഡിയോ, മച്ചി എന്ന് പറയുന്ന വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടു. ഷെഫീന ബീബിനെ പറ്റിയിട്ട് അവരെ മകൻ ഇവരുമായിട്ട് എന്തോ ചെയ്യുന്നതാണ്. ശ്രീലേച്ചിന്റെ മകളെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മക്കളെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതെല്ലാം കൂടിയിട്ടാണ് ഞാൻ പറഞ്ഞത്, ഒരാളെ മച്ചി എന്ന് വിളിക്കാനുള്ള ഒരു അവകാശം ഭൂമിയിൽ ഒരാൾക്ക് പോലും ഇല്ല. അതുകൊണ്ടാണ് അത് നാളെ നമുക്കും തിരിച്ചത് വരും. അത് അവള് മാത്രമല്ല, എല്ലാവർക്കും അത് തിരിച്ചു വരും. ഈ ഒരു കാര്യം പറഞ്ഞത് കൊണ്ടാണ് കുട്ടിമാക്കോലും ഞാൻ സ്ഥാനാർത്ഥിയായിട്ട് തോറ്റുപോട്ടെ എന്ന് മകനെ കൊണ്ട് വീട് ജയിപ്പിച്ചത്. ഞാൻ അത് കേട്ടിട്ട് ശരിക്കും സത്യം പറഞ്ഞാൽ ചിരിക്കുക ചെയ്തത്. കാര്യം തുറന്നു പറയുന്നത് എന്താ, മാസ്ക് കൂട്ടിട്ട് ആ മോൻ മാത്രമല്ല മോനെ ഹൈന്ദവരെ വൃത്തികേട് പറയാൻ നിൽക്കരുത്. അതായത് പ്രിയനെ പറ്റിയിട്ടും ഷെഫീനെ പറ്റിയിട്ടും എൻ്റെ മക്കളെ പറ്റിയിട്ടും ഒക്കെ പറയുമ്പോൾ നമുക്കതൊരു വിഷമമുണ്ട്. മോന് മാത്രം ഇപ്പൊ മോൻ എത്ര വിഷമായിന്, അതേപോലെ ഏച്ചിക്കും ഉണ്ട് മക്കള്. അപ്പൊ എനിക്കും വിഷമാവും. അമ്മ വിഷമിക്കണ്ട, ഒരിക്കലും വിഷമിക്കണ്ട. കാരണം മോന്റെ അമ്മ നന്നാവൂല എന്ന് തീരുമാനിച്ചറിഞ്ഞതാണ്. കാരണം എല്ലാ ഹിന്ദുക്കളെയും മൊത്തം അടക്കം ആക്ഷേപിക്കുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. അതിലിപ്പോ നമ്മൾ എന്ത് ചെയ്യാനാ മോനെ? ഒരിക്കലും മോനെയാവട്ടെ മോളെ ആയിക്കോട്ടെ അതിൻ്റെ വിഷമം ഒരു പക്ഷേ ഇത് ഒളിച്ചോടി എന്നൊക്കെ പറയുമ്പോൾ അപ്പൊ മോന്റെ അമ്മക്ക് മാത്രമാണോ വിഷമം മോനെ? അത് മോനെ ആലോചിക്കുക. അപ്പൊ ലസിത പാലക്കൽ പറഞ്ഞത്, ഈ സ്ത്രീ നിരന്തരമായിട്ട് എന്നെ അടക്കം ലസിത പാലക്കലിനെ അടക്കം ഒത്തിരി സ്ത്രീകളെ വന്നിട്ട് അപരാധം പറഞ്ഞിട്ടുണ്ട്. ഈ സ്ത്രീ മറ്റുള്ള സ്ത്രീകളെ പറ്റി എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് ഞാൻ കേൾപ്പിച്ചു തരാം നിങ്ങൾക്ക്. അത് കേൾപ്പിക്കണമല്ലോ, എല്ലാം കൂടി പറയുമ്പോൾ ഇത് കേൾപ്പിക്കണമല്ലോ. എന്നെ പറഞ്ഞിട്ടുണ്ട്, ലസിത പാലക്കലിനെ പറഞ്ഞിട്ടുണ്ട്, ഷെഫീന ബീബീനെ പറഞ്ഞിട്ടുണ്ട്. എന്തിനു വേണ്ട പ്രായപൂർത്തിയാവാത്ത ഷെഫീന ബീബിയുടെ മകൻ ഇവളെ കാമത്തിന് വിളിച്ചു എന്നൊക്കെ പറഞ്ഞ് പരുത്തുന്ന ഒരു മാനസികാവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ. അത്തരം വൃത്തികെട്ടവളന്മാരെയാണ് ഈ ചാനലുകാർ കൊണ്ടുവന്നിട്ട് ഇന്റർവ്യൂ ചെയ്ത് ഈ ജനങ്ങളെ നാറ്റിക്കുന്നത്. അപ്പൊ ലസിത പാലക്കൽ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. മറ്റു സ്ത്രീകളെ കുറിച്ചും മറ്റുള്ള സ്ത്രീകളുടെ മക്കളെ കുറിച്ചും ഇത്തരത്തിൽ പറയുന്ന നിനക്കുമുണ്ട് മക്കള്, നാളെ നിനക്കും ഇത് വരാം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്താണ് സംഭവം എന്നും മനസ്സിലാക്കാതെ ഒരു ഭാഗം മാത്രം കേട്ട് ഈ വെളിവില്ലാത്ത വിളുമാരെയൊക്കെ വെച്ചിട്ട് നടത്തുന്ന ഇന്റർവ്യൂ നടത്തുന്നതും ഒരു 5 വയസ്സേക്ക് ബോധമില്ലാത്തൊരു വെളിവില്ലാത്തവള് ഇന്റർവ്യൂവിന് വരുന്നതും അതിലും വലിയൊരു പോഴ. ഈ 2 പോഴകളും കൂടി ഈ കാട്ടിക്കൂട്ടുന്ന ഈ വൃത്തികേടുകളും വിവരക്കേടുകളും ഇന്ന് ജനങ്ങൾ കേൾക്കേണ്ട ഗതികേടിലാണ്. അപ്പൊ ഈ മൊണ്ണ പറയുന്ന ഈ പോഴത്തരം കേട്ട് ജനങ്ങൾ അങ്ങോട്ട് കണ്ണടച്ച് വിശ്വസിക്കണോ? ഇതിനൊക്കെ ഒരു മറുവശം ഉണ്ടോ. ഒരു നാണയത്തിന് ഒരു വശം മാത്രമല്ല, 2 വശങ്ങളുണ്ട്. ഒരു സൈഡ് മാത്രം കേട്ടിട്ട് ഇതുപോലെ അപരാധം പറയാനായിട്ട് ചാനലിൽ കൊണ്ടുവന്ന് ഈ പോഴേനെ ഈ മൊണ്ണേനെ ഇരുത്തരുത്. നിങ്ങളൊരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ വശങ്ങൾ എന്തൊക്കെയാണ്, എന്താണ് സംഭവം എന്ന് വിശദമായിട്ട് മനസ്സിലാക്കിയിട്ട് ഒരാളെ ഇന്റർവ്യൂവിന് വിളിക്കുക. മനസ്സിലായില്ലേ? ഒരു പേഴ്സണാലിറ്റി ഉള്ള ഒരാളെ, ഒരു സ്റ്റാൻഡേർഡ് ഉള്ള ഒരു ഗസ്റ്റിനെ വിളിച്ച് നിങ്ങളൊരു ഇന്റർവ്യൂ എടുക്കുക. ഇത്തരം മൂഞ്ചിയ ആൾക്കാരെ, അല്ലെങ്കിൽ ഇത്തരം ഈ വൃത്തികേട് മാത്രം വിളമ്പിക്കൊണ്ട് നടക്കുന്ന ഇത്തരം മൊണ്ണകളെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് ജനങ്ങളെ വെറുപ്പിക്കരുത്. അപ്പൊ ലസിത പാലക്കൽ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. മറ്റു സ്ത്രീകളെ അടക്കം, മറ്റു സ്ത്രീകളുടെ മക്കളെ അടക്കം പറയുന്ന നിനക്കുമുണ്ടല്ലോ മക്കള് എന്നും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഇനി ഈ പറയുന്ന ഈ മൊണ്ണപ്പോഴ ഏതൊക്കെ സ്ത്രീകളെ ഏതൊക്കെ തരത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു കഥ കൂടി നിങ്ങൾക്ക് കേൾക്കണ്ടേ? ഇത്രയും കേൾക്കുന്ന സ്ഥിതിക്ക് നിങ്ങൾ ഇതും കേൾക്കാൻ ബാധ്യസ്ഥരാണല്ലോ. കേൾക്കണം, കേൾപ്പിച്ചു തരാം. അത് ചില സ്ത്രീകളുണ്ട്. ഒരു സ്ത്രീ ഉണ്ട്, 3.5 വയസ്സായ കുഞ്ഞിനെ ഉപേക്ഷിച്ച് കാമുകൻ എന്ന് പറയുന്ന ഒരു ജസ്റ്റിന്റെ കൂടെ പോയി ആ ജസ്റ്റിനെ കൊന്നിട്ട് വേറൊരു സുഹൃത്തുമായിട്ട് കൂട്ടുപിടിച്ച് അതിന്റെ പേരിൽ കൂട്ടുകാരനെ ജയിലിൽ പിടിച്ചിട്ടപ്പം ഈ പെണ്ണ് പറഞ്ഞെന്താണെന്നറിയോ? കൂട്ടുകാരൻ്റെ കൂടെ വേറൊരുത്തനുണ്ടായിരുന്നു, അവനെ വേണമെങ്കിൽ ഞാൻ ജാമ്യത്തിലിറക്കാം, ഇവനെ ജാമ്യത്തിലിറക്കൂല എന്ന് പറഞ്ഞ അത്രമേൽ നല്ലൊരു സ്ത്രീ. അവരാണ് ഇതിനൊക്കെ പിന്നില്. 3.5 വയസ്സുള്ള ഒരു കുഞ്ഞിനെ ഉപേക്ഷിച്ചു പോയ സ്ത്രീ. അപ്പൊ കേട്ടല്ലോ, സൗണ്ട് മാത്രമല്ല ഇത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആര് പറഞ്ഞതാണെന്ന് കൂടി നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതൊരു സ്ത്രീയെ കുറിച്ചും ആ സ്ത്രീയുടെ 3.5 വയസ്സായിട്ടുള്ള ഒരു പെൺകുഞ്ഞിനെ കുറിച്ചിട്ടും ഈ സ്ത്രീ പറഞ്ഞുണ്ടാക്കിയ അപരാധാണ്. നമ്മുടെ പ്രിയ ചേച്ചിനെ കൊല്ലാണ്ട് കണ്ട നീ എന്നാ ചെയ്യണേ? ഓടി പിടിച്ചെടുത്ത്
പ്രിയ ചേച്ചി നിങ്ങൾ നാട്ടിൽ വരുന്ന സമയത്ത് ഞാനും ഉണ്ടാവും, ഇവനും ഉണ്ടാവും, ഇവന്റെ അമ്മയും ഉണ്ടാവും കേട്ടോ. നിന്റെ നാട്ടിൽ വെച്ചിട്ട് ഒരു മാല സ്വീകരണം ഞാൻ തരുക. നിന്റെ ക്യാൻസർ രോഗത്തിനുള്ള ഒരു മരുന്നിന്റെ കയ്യിലുണ്ട്, മച്ചി പശു. ഞങ്ങളുടെ നാട്ടിലേക്കൊക്കെ മച്ചി എന്ന് പറയല് പ്രസവിക്കാത്ത ആളുകൾക്കാ. എടി, ഒരു സ്ത്രീ ആയാൽ അറ്റ്ലീസ്റ്റ് ഒരു കുഞ്ഞിനെങ്കിലും ജന്മം കൊടുക്കാൻ പറ്റണം. നിന്റെ ദൈവം ഒരു കുഞ്ഞിനെ ജന്മം നൽകാൻ സമ്മതിക്കാതെ ക്യാൻസർ തന്ന് ശിക്ഷിച്ചിട്ട് പോകില്ല. ഏതായാലും രോഗം അവർക്കില്ലാന്ന് ഇപ്പം യാതൊരു രോഗവുമില്ലാത്ത എന്നെ ഇവള് എൻ്റെ ഗർഭപാത്രത്തിൽ ക്യാൻസർ ഉള്ളവളാക്കി. എനിക്കൊരു കുഞ്ഞില്ല, ഞാനൊരു മച്ചിയാണ് എന്ന് പരസ്യമായിട്ട് വിളിച്ചു പറഞ്ഞ ഒരു അപരാധിയാണ് ഇവള്. അങ്ങനെ തന്നെ ഞാൻ പറയുള്ളൂ, ഒരു അപരാധി മോളാണ്. മറ്റ് സ്ത്രീകളുടെ കുഞ്ഞുമക്കളെ പറ്റിയിട്ടും അപരാധം പറഞ്ഞുകൊണ്ട് നടന്ന സ്ത്രീയാണ് ഇത്തരത്തിൽ വന്ന് വേറെ ചാനലിൽ വന്ന് വെളുപ്പിക്കാൻ ശ്രമിക്കുന്നത്. നാണമുണ്ടോ വെറൈറ്റി മീഡിയക്കാര? ലേശെങ്കിലും വിവരമുള്ള തരത്തിലുള്ള ഒരു ഇൻ്റർവ്യൂസൊക്കെ നിങ്ങളുടെ കയ്യിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അത്തരം നിലവാരമില്ലാത്ത ഒരു ചാനലാണ് വെറൈറ്റി മീഡിയ പോപ്പിൻസ് എന്നൊക്കെ മനസ്സിലായിട്ടുണ്ട്. പ്രസവിക്കാനാവാത്ത നീ പ്രസവിക്കാൻ പറ്റാത്ത മച്ചിയാണ് എന്നുള്ള കാര്യം നീ ആദ്യം മനസ്സിലാക്കണം. മച്ചി എന്നും മച്ചിയാണ് മോളെ. ഈ ദൈവം കനങ്ങി തന്നതാ നായിന്റെ മോളെ എനക്ക് ആ ഒരു യോഗമില്ലാത്തത് കേട്ടോ. മച്ചിയെ നീന്റെ മോളിൽ പോയി കേസ് കൊടുക്കും. മറ്റോളെ നീ ഒരു കാര്യം വേണം, മച്ചിയെ നീ ലൈഫ് ഓഫ് ട്രാവലിംഗ് നീ ഏത് മൈല് വേണമെങ്കിൽ വിചാരിച്ച് ചലിച്ചോടി. അത് കൊടുക്കാൻ പറ്റുന്നെങ്കിൽ കൊടുക്ക്. ആദ്യം നീ തന്തയ്ക്കും തള്ളയ്ക്കുണ്ടായതാണെങ്കിൽ ആദ്യം ഒരു കുഞ്ഞുണ്ടാക്കി കാണിച്ചോടാ നായിന്റെ മോളെ കാണിച്ചു. അതാണ് എനിക്കും പറയാം. എനിക്ക് 2 മക്കളുണ്ട്. എന്റെ ഉമ്മാക്ക് 3 മക്കളുണ്ട്. ഇനി വേണമെങ്കിൽ അമ്മച്ചിനെ കൂട്ടി വിളിച്ചിട്ട് അതിനകത്ത് തോന്നിയാസം പറഞ്ഞു എന്റെ കേസ് കൊടുത്ത് പോലീസ്. പാലക്കൽ അമ്മായിക്ക് പോലും ഉണ്ടടി 2 മക്കള്. നിനക്ക് എത്ര കുഞ്ഞുങ്ങളുണ്ടടി? നിനക്ക് പ്രസവിക്കാൻ പറ്റാത്തതിന്റെ ഫ്രസ്ട്രേഷൻ എല്ലാരും പറയാം. എല്ലാരും മച്ചിയല്ല കേട്ടോ, പ്രിയ ലൈഫ് ഓഫ് ട്രാവലിംഗ് പ്രിയ. ഞാൻ പേര് പറഞ്ഞതാണെങ്കിൽ ഒരു കേസ് കൊടുക്കും. ഒന്നും വേണ്ടടി, നിന്റെ അമ്മ. കേട്ടല്ലോ, ഇതൊക്കെയാണ് ലീലാവിലാസങ്ങൾ. ഇനി പറയൂ, ഇവർക്കിടെ മക്കളെ മറ്റ് സ്ത്രീകൾ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ തന്നെ അതിന് തെറ്റുണ്ടോ? ഇത്രയല്ലേ പറഞ്ഞുള്ളൂ. അതായത് മറ്റു സ്ത്രീകളെ ഇതുപോലെ പറയുന്ന നിനക്കുമുണ്ട് കുട്ടികളെന്ന് നീ കരുതണം, അത്രേ പറഞ്ഞിട്ടുള്ളൂ. അതിൽ ഇവള് കിടന്നിത്ര ചന്ദ്രഹാസം ഇളക്കാൻ വേണ്ട ഒരു കാര്യവും ഇവിടെ ഉണ്ടായിട്ടില്ല. ലസിത പാലക്കൽ എന്ന് പറയുന്ന അമ്മായിന ഞാൻ മറ്റേ ഫേസ്ബുക്കിൻ്റെ അകത്തൊക്കെ ബ്ലോക്ക് ആക്കിയതാണ്. ലസിത പാലക്കൽ അമ്മായി മാത്രമല്ല, ഒരു ഹരിത, ഗിരീഷ് കുമാർ, മറ്റേ പ്രിയ, അതേപോലെ എന്താ ലക്ഷ്മി കോണകത്ത് എന്നീ സ്ത്രീകളെയൊക്കെ ഞാൻ എൻ്റെ ഫേസ്ബുക്കിൻ്റെ അകത്ത് ബ്ലോക്ക് ചെയ്തിട്ടതാണ്. കാരണം ഈ ചൊറി പിടിച്ച നായ്ക്കളായിട്ടാണ് ഞാൻ ഈ സ്ത്രീകളെയൊക്കെ കാണുന്നത്. അതേപോലെ ഷെഫീന ബീബി, ഈ 5 സ്ത്രീകളെ ഈ റൂട്ടുമ്മ കിടക്കുന്ന ചൊറി പിടിച്ച നായ ഉണ്ടല്ലോ അതിന് തത്തുല്യമായിട്ട്, കാരണം ആ നായനെ പിന്നെയും ഞാൻ റെസ്പെക്ട് ചെയ്യും. കേട്ടല്ലോ, ഇതൊക്കെയാണ് മറ്റു സ്ത്രീകളെ കുറിച്ചിട്ട് ഇവളുടെ കാഴ്ചപ്പാടുകളും വാക്കുകളും. ഒരുപാട് വീഡിയോസ് ഉണ്ട്. പ്രിയനെ ഒന്ന് പൊട്ടിക്കും ഞാൻ, ഉറപ്പുള്ള കാര്യല്ലേ. ഒന്ന് പൊട്ടിക്കോ? ആ പ്രിയ പ്രിയ ഇനി ഗുരുവായിരുന്നു നല്ല ഉണ്ടാക്കിയതള്ള. അല്ല, ഇതിലൊരാൾ പറഞ്ഞ ഒന്ന് പൊട്ടിക്കണം. ഒന്ന് വാ. കേട്ടല്ലോ. അപ്പം ഈ അപരാധത്തിനൊക്കെ നിങ്ങൾ എന്ത് മറുപടി കൊടുക്കും? അത് നിങ്ങൾ പറയും. എന്നിട്ട് ലസിത പാലക്കൽ പറഞ്ഞെങ്കിലേ നന്നായി പോയി. അപ്പം എത്ര സ്ത്രീകളെ എത്ര അപരാധവും വൃത്തികേടും പറഞ്ഞ് നടക്കുന്ന വെറും മൊണ്ണയായിട്ടുള്ള ഈ പോഴ ജന്മം, ഈ പോഴയുടെ മക്കളെ പറഞ്ഞു എന്നും പറഞ്ഞിട്ടാണ് ഈ പോഴ ഇപ്പോൾ വന്നിട്ട് വലിയ തോതിൽ ഇൻ്റർവ്യൂ കൊടുക്കുന്നത്. അപ്പോൾ ഈ പോഴയുടെ മക്കളെ ലസിത പാലക്കൽ പറയാനുണ്ടായ സാഹചര്യം ഇതാണ്. മറ്റു സ്ത്രീകളെ ഒത്തിരി തരത്തിൽ ഒത്തിരി വൃത്തികേട് വിളിച്ചു പറഞ്ഞിട്ടുള്ള ഒരു സ്ത്രീയാണ് ഈ ജസ്ന സലീം എന്ന് പറയുന്ന സ്ത്രീ. അപ്പം മറ്റു സ്ത്രീകളെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഈ പറയുന്നവർക്ക് മക്കളുണ്ട് എന്ന് മാത്രമാണ് ലസിത ഉദ്ദേശിച്ചത്, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. ഈ പറയുന്ന ലസിതയ്ക്കുണ്ട് ഇതേ പ്രായത്തിലുള്ള മക്കള്. ഇന്നേ വരെ ഒരു വീഡിയോയിലും ഞാൻ കണ്ടിട്ടില്ല എന്ന് മാത്രമല്ല, ഒരു വീഡിയോയിലും വന്നിട്ട് മറ്റൊരാളെ പറ്റി
ഈ മോശമായിട്ടൊരു വാക്ക് സംസാരിക്കാനോ അവരെ ആക്രമിക്കാനായിട്ട് എന്താ പറയുക, ഒരു ഫോട്ടോ വെച്ചിട്ട് അവരുടെ കണ്ണ് കുത്തിപ്പൊട്ടിക്കുന്ന ഒരു വീഡിയോ നിങ്ങൾ കണ്ടായിരുന്നോ? അപ്പോൾ ഇത്തരം ബോൺ ക്രിമിനലുകളെയൊക്കെ വളർത്തുന്നവരെ നമ്മളൊക്കെ മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കാൻ, നമ്മുടെ മക്കൾ ആവശ്യമില്ലാത്ത വേണ്ടാത്ത കാര്യങ്ങളിൽ പോയി ചാടാതിരിക്കാനുള്ള മാർഗനിർദ്ദേശങ്ങളാണ് നമ്മൾ നമ്മുടെ മക്കൾക്ക് നൽകേണ്ടത്. പക്ഷെ ഇത്തരത്തിൽ മക്കളെ മറ്റുള്ളവരെ ആക്രമിക്കാനായിട്ട് പറഞ്ഞ് പഠിപ്പിച്ച് വിടുന്നത്. അപ്പോൾ ഇവരുടെയൊക്കെ ആ ബോൺ ക്രിമിനൽ മെൻറ്റാലിറ്റി എന്താണെന്നാണ് ജനങ്ങൾ ചിന്തിക്കേണ്ടത്. നാളെ ലസിത നിന്നെ നേരിട്ട് കാണുമ്പോൾ ഇങ്ങനെ കുത്തി പൊട്ടിക്കും എന്നുള്ള ഒരു സൂചനയല്ലേ കൊടുക്കുന്നത്? അപ്പോൾ ഇതൊക്കെ ക്രിമിനലുകളെ വാർത്തെടുക്കുന്നതിന് തുല്യമല്ലേ?